അവിടെ മന്ത്രിസഭയിൽ DMK അല്ലാതെ മറ്റാരുമില്ല. അതങ്ങനെ തന്നെ തുടരുമെന്നതാണ് ഇനിയും മുന്നണി ധാരണ. Politicians should behave themselves. അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തോ ദളപതി തന്നെയാണ് തമിഴിലെ ഹീറോ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി ക്ലൈമാക്സിലേക്കാണ്. ഇവൻ ഇത്രയും വലിയ ആളായ വിജയ് മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ളതാണ്. കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിലെ 234 സീറ്റാണ്. ഓ വാ. അപ്പോൾ ഭൂരിപക്ഷം തയ്ക്കാൻ എത്രയാണ് വേണ്ടത്? 234 പകുതി പ്ലസ് 1, അതായത് 118 സീറ്റാണ് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം തയ്ക്കാനായിട്ട് ഒരു മുന്നണിക്ക് വേണ്ടത്. പക്ഷേ വിജയ്ക്ക് നിലവിലുള്ളത് 108 സീറ്റാണ്. എന്തൊരു ശകുനക്കേടാണിത്, നാശം പിടിക്കാൻ. തമിഴ്നാട്ടിൽ വീണ്ടും അനിശ്ചിതത്വം. അപ്പൊ ഞാനാ കേമൻ 10ാം ക്ലാസ്സിൽ തോക്കൊന്ന് പേടിച്ചപ്പോ 2ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തി. TVKയുടെ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾക്ക് വീണ്ടും തടയിട്ട് ഗവർണർ. വിജയിക്കാൻ 118 പേരുടെ പിന്തുണയുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ലോക് ഭവൻ. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും ലോക് ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇപ്പോഴിതാ വിജയ്ക്ക് മുമ്പിൽ വഴി തുറക്കുകയാണ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി കസേര വിജയ് ഉറപ്പിക്കുന്നു. TVKക്ക് VCK പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു TVK. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ വിജയ് വീണ്ടും ലോക് ഭവനിലേക്ക് പോവുകയാണ്. പിന്തുണയ്ക്കുന്ന പാർട്ടി നേതാക്കളും വിജയ്ക്കൊപ്പമുണ്ട്. കിട്ടിയ ദിവസം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് TVK അധ്യക്ഷൻ വിജയ് നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ஜோசப் விஜய் சந்திரசேகர் என்னும் நான்